മൂന്നാമത്തെ ഒരാളുടെ കടന്നുവരവ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വരുന്നുണ്ടോ? അതായത് ഒരു കാരണവുമില്ലാതെ ഒരാളുടെ കടന്നുവരവ്, അവരുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം കാരണം കൊണ്ട് നന്നായിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ പലതരത്തിലുള്ള താളം തെറ്റലും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക? ഒരു തേർഡ് പാർട്ടിനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്? എന്താണ് അവർ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണോ? ഒരാൾ ക്ഷമിക്കുമ്പോൾ മറ്റൊരാൾക്കത് മനസ്സിലായിട്ട് മറ്റൊരാൾ മനസ്സിലാക്കാത്തൊരവസ്ഥയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതാണ് ഇന്ന് നമ്മൾ കാർഡിൽ നോക്കുന്നത്. നമുക്ക് കാർഡ് എടുക്കാം. 3 കാർഡുകളാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ മൈൻഡിലേക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരിക. നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞുപോയ ആ ഒരു വിഷമഘട്ടം ഉണ്ടല്ലോ, ആ ഒരു കരഞ്ഞു നിന്നൊരു സാഹചര്യം, നിങ്ങൾ ചീത്ത കേട്ടൊരു സാഹചര്യം, നിങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞ സാഹചര്യം, അതുപോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടായ ദിവസങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് കാർഡ് എടുക്കാം. സന്ദർഭങ്ങൾ, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെന്ന് വിചാരിക്കണം. കാർഡ് എടുക്കാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഓക്കെ, ഒന്നാമത്തെ കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വ്യക്തത ഒന്നും കാണുന്നില്ലെന്നുണ്ടെങ്കിലും, അതായത് നിങ്ങൾക്കൊരു ഇടപെടലുകളിൽ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്കൊരു വ്യക്തത കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലും, നിങ്ങളുടെ പാർട്ട്ണർ വളരെ ഗൗരവമുള്ള ഒരാളാണ്. അപ്പോൾ അത് പറയുമ്പോഴും അതിനും വ്യക്തത നിങ്ങൾക്ക് പറയാൻ തന്നെ ഒരു പേടിയുണ്ട്. കാരണം ആ വ്യക്തി എങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കും, നിങ്ങളെങ്ങനെ ഉൾക്കൊള്ളും, നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു പേടി നിങ്ങളുടെ മൈൻഡിലുണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള പേടി കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സുരക്ഷിതമായിട്ടുള്ളൊരു ബന്ധത്തിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെ എങ്ങനെയൊക്കെ തല്ലുപിടിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആ തേർഡ് പാർട്ടിനെ നിങ്ങൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാത്രം മതി നിങ്ങളുടെ സക്സസ്സിന് കേട്ടോ. അപ്പോൾ അവരുടെ ഇടപെടലുകൾ, അവരുടെ കടന്നുവരവുകൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലുള്ള പ്രൊട്ടക്ഷൻ ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പം മറ്റ് കൂടെ നിൽക്കുന്ന പങ്കാളി, നിങ്ങളുടെ പങ്കാളി അതിന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനുള്ളൊരു സമയം എടുക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി കുറച്ച് ഗൗരവപരമായിട്ടെല്ലാം നോക്കി കാണുന്നൊരു വ്യക്തിയാണ്. സില്ലിയായിട്ട് തോന്നുന്ന പല കാര്യങ്ങളിലേക്കും അദ്ദേഹം കൂടുതൽ ഇടപെടാനായിട്ട് നോക്കില്ല. അത് തൻ്റെ പങ്കാളിയോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ പങ്കാളിയോടുള്ള വിശ്വാസം, സ്നേഹം, ഇഷ്ടം അത്രയും ദൃഢമാണ്, അത്രയും പ്യുവറാണ്. അദ്ദേഹം ഒരിക്കലും നിങ്ങൾക്കെതിരായിട്ടൊന്നും ചെയ്യില്ല. നിങ്ങളെ ആരുടെ മുന്നിൽ വിട്ടുകൊടുക്കാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ബന്ധങ്ങൾ തകർന്നു പോകാതിരിക്കാൻ നിൽക്കുന്ന ഒരു ചെറിയ സാക്രിഫൈസാണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരെ വെളിച്ചത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരും ആ വ്യക്തി. അതിപ്പോൾ നിങ്ങൾ ഈ പറയുമ്പോഴൊക്കെ മൗനമായിട്ടിരിക്കുന്ന ആ ഒരു വ്യക്തിനെ നിങ്ങൾ നോക്കണ്ട. ആ വ്യക്തി തന്നെ ഇപ്പോൾ ആരാണോ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതിനൊക്കെ നല്ല രീതിയിൽ ഒരു ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം അദ്ദേഹം കാണിക്കും ലൈഫ് ലോങ്. അതിൽ നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു തരത്തിലുള്ള വറീസും വേണ്ട. ഇപ്പോൾ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു കോപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇല ചവിട്ടി വഴക്കുണ്ടാക്കുക എന്നുള്ള രീതിയിൽ, പിന്നെ അവരുടെയാണ് ഭരണം, അവരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുണ്ടെങ്കിലേ വൃത്തിയാവുള്ളൂ, അവരുണ്ടെങ്കിലേ ഫുഡ് ടേസ്റ്റ് ഉള്ളൂ, അവരുണ്ടെങ്കിലാണ് എല്ലാം അടിപൊളിയാവുള്ളൂ എന്നുള്ളൊരു ഡയലോഗുകളൊക്കെ നിങ്ങൾക്ക് കേട്ടവരുണ്ടായിരിക്കും അല്ലേ? പലർക്കും ഉണ്ടായിരിക്കും. ഭയങ്കര വിഷമം പിടിച്ചൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരുടെ സിറ്റുവേഷൻ അവർ കാണിച്ചാൽ അത് ആലോചിച്ച് ചിരിച്ചതാണ് കേട്ടോ. കാരണം ഒരു നിലയുമില്ലാത്തൊരു വെള്ളത്തിൽ നിന്ന് അവർ നിങ്ങളെ ഭരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം അവരുടെ ലൈഫിന് ഒരുപാട് ആവശ്യം വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ഔദാര്യത്തിലായിരിക്കണം അവരുടെ പല കാര്യങ്ങളും നടക്കുക. പക്ഷെ അതൊന്നും ഒരു ദീർഘവീക്ഷണത്തിൽ കാണിക്കുന്നില്ല. കാരണം ഇന്ന് അവർക്കൊന്നിനും കുറവില്ലല്ലോ, നാളെ എന്ത് കുറവ് വരാനുള്ളൊരു ധാർഷ്ട്യം, പുച്ഛം, അതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്നും വറീഡാവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പങ്കാളിയായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നല്ല സന്തോഷത്തോടുകൂടി മൂവ് ഓൺ ചെയ്യാൻ നിൽക്കുക. ആര് വന്നിട്ടുണ്ടെങ്കിലും എന്ത് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളിരിക്കുന്ന ഹാൻഡ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് വറീഡാവേണ്ട യാതൊരു കാര്യമില്ല. ഇത് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം.
കൂടുതൽ കൂടുതൽ വ്യൂസ് കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ കൂട്ടത്തിൽ പറയണമല്ലോ. ഓരോ വ്യൂസ് കാണുമ്പോഴും എനിക്ക് നല്ല രീതിയിൽ സന്തോഷം വരുന്നുണ്ട്. കൂടുതൽ കൂടുതൽ വ്യൂസിലേക്ക് എത്തുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആദ്യമായിട്ട് വീഡിയോ എന്നെക്കാളും കൂടുതൽ വ്യൂസ് ഓരോ വീഡിയോസിനും കിട്ടുമ്പോൾ ഇനിയും കൂടുതൽ കിട്ടുമോ എന്നുള്ളൊരു ചിന്ത, കാണുന്നുണ്ടോ, ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മൈൻഡിൽ വരുന്നുണ്ട്. ഞാൻ ഓപ്പണായി ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാർഡ് നോക്കാം. 8 of Wands ആണ് നമുക്ക് രണ്ടാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ വിവാഹമൊക്കെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുടുംബങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ക്ലാഷ് ഉണ്ടായിട്ട് നിങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, വിഷമിച്ച് നിൽക്കുകയാണ്, സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. വിവാഹം കഴിഞ്ഞ ആൾക്കാരാണെങ്കിലോ നിങ്ങളുടെ ആ ഒരു ലൈഫ്, ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നല്ല രീതിയിലൊരു ക്ലാഷ് ഒരാൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അത് അമ്മാവനാവാം, അമ്മായിയാവാം, നാത്തൂനാവാം, പെങ്ങളാവാം, അമ്മയാവാം, അമ്മായിയമ്മയാവാം, അമ്മായിച്ചനാവാം, ആര് വേണമെങ്കിലാകാം. അത്രയും ക്ലോസ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളും തെറ്റിദ്ധരിക്കരുത് ഇന്ന വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. നമ്മളെപ്പോഴും ഒരു പ്രശ്നത്തിനെ കാണുമ്പോൾ, അതായത് ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിലുണ്ടാകുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയിലേക്കല്ല ഫൈൻഡ് ചെയ്യേണ്ടത്. അത് ഒന്ന് രണ്ട് പേര് പല വീഡിയോസിൽ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു അസുഖം വന്നു, അത് നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി കാരണം വന്നേക്കുന്ന കാര്യമല്ല അത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേറെ എന്തെങ്കിലും ലൈഫിൽ മാറ്റങ്ങൾ വന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തി കൊണ്ടുവന്ന ഒരു കാര്യമായിരിക്കില്ല അത്. അതെപ്പോഴും മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം ആരാണെന്ന് അല്ലെങ്കിൽ എന്താണെന്നോ നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ഫൈൻഡ് ചെയ്യാനോ പറ്റില്ല. യഥാർത്ഥ വ്യക്തി അവിടെ നല്ല രീതിയിൽ സന്തോഷിക്കും. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇഷ്യൂ വന്നു, എന്താണ് ആ ഇഷ്യൂവിൻ്റെ കാരണം. ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും, ഭൂരിഭാഗവും നിങ്ങൾ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ കാണേണ്ടത്. അപ്പോൾ അതുപോലൊരു കാരണം ഇവിടെ നമുക്ക് ഈ ഒരു കാർഡിൽ കാണാനുണ്ട്. നല്ല രീതിയിൽ വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞവർ നല്ല രീതിയിൽ അലമ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കാലതാമസം എടുക്കുന്നൊരു കാര്യമാണത്. അതിൽ പ്രശ്നങ്ങളും സൊല്യൂഷൻസും ഒക്കെ നല്ല രീതിയിൽ ഇപ്പോൾ സൊല്യൂഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം ചിലരുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ പ്രശ്നത്തിനെ നിങ്ങൾ രൂക്ഷമാക്കാതെ ഈഗോ കാര്യങ്ങളൊക്കെ താഴെ ഇറക്കി വെച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ ആൾക്കാരെ പുറമെ നിന്ന് ഇൻവോൾവ് ചെയ്യിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ളൊരു തീരുമാനം എടുത്ത് മുന്നിലേക്ക് പോകാനായിട്ട് നോക്കുക. നല്ല രീതിയിലുള്ളൊരു ബന്ധം കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. നല്ല ഒരു പങ്കാളിനെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആശയവിനിമയം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചിട്ടാണ് ഇങ്ങനൊരു ക്ലാഷ് കാര്യങ്ങളൊക്കെ സംഭവിച്ചത്, ആരെ ഇടപെടുത്തിയപ്പോഴാണെന്നുള്ളതൊക്കെ ആലോചിക്കുക. ഇഷ്ടമില്ലാത്ത വ്യക്തിയുടെ മേത്തേക്കല്ല നിങ്ങൾ പഴിചാരി വെക്കേണ്ടത്. ഓൾറെഡി നിങ്ങൾ ആ പലരും അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു അമ്മായി, ഒരു ആൻറ്റി ഉണ്ട്. അപ്പോൾ അവരെ ഇഷ്ടമല്ല, അവരുടെ മേത്തേക്കായിരിക്കും വെച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വെക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ മകളോടുള്ള ദേഷ്യമായിരിക്കും മകളുടെ മേത്തെ, പക്ഷെ അവരൊന്നും കാരണം ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ കാരണം കൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ അത് ആലോചിക്കുക. ഉടനെ തന്നെ ഒരു ഇഷ്യൂ വരുമ്പോൾ അതൊരാളുടെ മേത്തിൽ ഉടനെ തന്നെ കെട്ടിവെക്കാതെ അത് എവിടെ നിന്ന് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചെടുക്കേണ്ട ടൈമാണ് കേട്ടോ. അത് ആശയക്കുഴപ്പത്തിലല്ല നിങ്ങൾ പോകേണ്ടത്, ക്ലാരിഫൈ ചെയ്തിട്ട് പോകേണ്ട ഒരു സമയമാണ് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പുറമേ നിന്ന് പലരും വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ എത്രമാത്രം കണക്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കാം. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞവരായിക്കോട്ടെ, വിവാഹം കഴിഞ്ഞവരായിക്കോട്ടെ, നിങ്ങളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ള വിചാരിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ വിവാഹ നിശ്ചയം വേണോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ മുന്നിലേക്ക് പോകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ പോകണമെന്ന് ആഗ്രഹിച്ച് നല്ല രീതിയിലൊരു മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പം നിന്ന് ആ വ്യക്തിയെ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ആ വ്യക്തി ആരെന്ന് അറിയുമ്പോൾ നിങ്ങൾ അവരോട് പ്രതികരിക്കേണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും അധികം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത്. അപ്പോൾ നിങ്ങൾ അവരോട് പ്രതികരിക്കാനോ അവരോട് പറയാനോ അവരോട് സംസാരിക്കാനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അറിയാത്ത പോലെ നിൽക്കുക. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇനി ഷെയർ ചെയ്താൽ മതി. ഇതൊരു അനുഭവമായിട്ടിരിക്കട്ടെ. അടുത്ത കാർഡിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 of Pentacles ആണ്. ക്ഷമ വേണമെന്ന് ഞാൻ ഓൾറെഡി 2 കാർഡിലും പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ തെറ്റിദ്ധാരണയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ 2 പങ്കാളികളും, നിങ്ങൾക്ക് 2 പേർക്കും നല്ല രീതിയിലുള്ള ഇഷ്ടമുണ്ട് മനസ്സിൽ, അല്ലേ? അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക്കാണ്, ഭയങ്കര ലവ്ലിയാണ്, ഭയങ്കര സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, നല്ല
നല്ല രീതിയിലുള്ള സ്വപ്നങ്ങൾ, നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് സക്സസ് ആവട്ടെ കേട്ടോ. ആ ആഗ്രഹങ്ങൾ, കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സക്സസ് ആവട്ടെ. ഓക്കെ. ഈ കാർഡിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. ആരൊക്കെ എന്തൊക്കെ പ്രശ്നം ബഹളം വെച്ച് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കല്യാണം മുടക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ വിവാഹ ജീവിതം തകർക്കുന്നവരും ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ ചെറുക്കൻ കള്ള് കുടിച്ച് അലമ്പനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കും അല്ലേ. ഒന്ന് ആലോചിക്കില്ലേ. പെണ്ണിന് പണ്ടൊരു അഫയർ ഉണ്ടായിരുന്നു, ഒന്ന് ആലോചിക്കും അല്ലേ. പക്ഷേ അതിനൊക്കെ നിജസ്ഥിതി എന്താ എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിവാഹത്തിലായിക്കോട്ടെ, വിവാഹ നിശ്ചയം ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂ ചെയ്യൂ, നിങ്ങൾ അത് തന്നെയാണ് വേണ്ടത്, കണ്ടിന്യൂ ചെയ്യൂ. പക്ഷേ 10 പേരെ അറിയിച്ചുകൊണ്ടല്ല നിങ്ങൾ ഈ സെർച്ചിങ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ക്ലാരിഫൈ ചെയ്തിട്ട് ഈ ഒരു വിവാഹത്തിലേക്ക് പോയാൽ മതി. നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന വിവാഹം തന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആത്മപരിശോധന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ഒരു സോറി പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ. അന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം ശരിയായിരുന്നു എന്നുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്, ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട്, ഒരുപാട് നല്ല സ്വപ്നം കണ്ടൊരു കാര്യത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. പലരും പലയിടത്തും പോയിരിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് പോയിരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ പോയിരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒന്നിനും പറ്റാത്ത, ജോബിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജീവിതം ഓരോ ഡേ എന്ന് പറയുമ്പോൾ രാവിലെ എണീക്കുന്നു, പോകുന്നു, വരുന്നു, അങ്ങനെ. പക്ഷേ നല്ല രീതിയിൽ ആത്മപരിശോധന കാര്യങ്ങൾ, മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുമായിട്ട് കണക്റ്റ് ആവാനും നല്ല ഒരു ജീവിതം മുന്നിലേക്ക് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലെ ഇഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തുറന്നു പറയും, നല്ല രീതിയിൽ സംസാരിക്കുക, ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ കണ്ടെത്തും. അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ആ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെ ശക്തമാക്കിയിട്ട് മുന്നിലേക്ക് പോകാനായിട്ട് പറ്റും. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിരതയും കഠിനാധ്വാനത്തിനൊക്കെ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിലനിൽക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയും, രണ്ടുപേരും തിരിച്ചറിയും. അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക, ഒരു മുൻകരുതൽ പിന്നീട് നിങ്ങൾ ലൈഫിൽ എടുത്തോളും. അപ്പോൾ ലൈഫിനെ ഒന്നും സെപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തല്ലൊടിക്കാനൊന്നും ഒരാൾക്ക് നിങ്ങൾക്ക് കഴിയില്ല. നിശ്ചയിച്ചിരിക്കുന്ന വിവാഹങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഡോണ്ട് വറി, വിഷമിക്കേണ്ട. നിങ്ങളുടെ പൈസയൊന്നും ചിലവായതൊന്നും നഷ്ടപ്പെട്ടിട്ട് പോയിട്ടൊന്നുമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും വെറുതെ ആയിട്ടില്ല. നിങ്ങളുടെ മാനാഭിമാനം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ചെറിയൊരു ക്ലാഷ് വന്നത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ കാരണം കൊണ്ട് തന്നെയാണ് ചെറിയൊരു ക്ലാഷ് വന്നിരിക്കുന്നത്. ഇത്ര നല്ലൊരു ബന്ധം, ഇത്ര നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടിപ്പോയതിൻ്റെ ഒരു ഈവിൽ ഐ എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുക, ആൾക്കാരെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇനി കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സ്വർണ്ണം എടുക്കാകുമ്പോൾ നിങ്ങൾ ആരാണ് സ്വർണ്ണം അണിയുന്നത്? ഭാര്യയും ഭർത്താവും അല്ലേ. അപ്പോൾ അവരവരുടെ വീട്ടുകാരും മാത്രം മതി, അച്ഛൻ, അമ്മ, ചെക്കൻ, പെൺകുട്ടി, അത്രയും മാത്രം മതി. അവരെ വിളിച്ചില്ലെങ്കിൽ എന്തായിരിക്കും, ഇവരെ വിളിച്ചില്ലെങ്കിൽ എന്തായിരിക്കും. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എന്തിനാണ് ഇവരെയൊക്കെ വിളിക്കുന്നത്? നിങ്ങളുടെ ലൈഫ് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. നിങ്ങൾ സ്വസ്ഥമായിട്ട് പോയിട്ട് എടുത്ത് നോക്കിയേ, നിങ്ങൾക്ക് നല്ല സെലക്ഷനും കിട്ടും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പമില്ലാതെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരാനായിട്ട് പറ്റും. ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. പലർക്കും ഈ ഫാമിലീസിനെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കും. പക്ഷേ കൂടെ കൊണ്ടുപോകുമ്പോഴാണ് ഇതുപോലുള്ള അസ്വസ്ഥതകൾ ലൈഫിലേക്ക് വരുന്നത്. കൂടെ കൊണ്ടേയില്ലെങ്കിൽ കൊണ്ടേയില്ല എന്നുള്ളൊരു അസ്വസ്ഥത മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അവരുടെ ബന്ധത്തിൽ വരുന്ന ആൾക്കാരും ഇവരുടെ ബന്ധത്തിൽ വരുന്നവരും തമ്മിൽ സംസാരിക്കുന്നു, നമ്പർ മേടിക്കുന്നു, കാണുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, പിന്നെ പറയുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നിങ്ങൾ പലരായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇപ്പം വൈകി നിൽക്കുന്ന ഈ സാഹചര്യങ്ങളതിനൊക്കെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ളൊരു കൈകളിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വറിയിടാവേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ വിവാഹം കഴിഞ്ഞവരായിക്കോട്ടെ, വിവാഹം നിശ്ചയത്തിൽ നിൽക്കുന്നവരായിക്കോട്ടെ, ഒരു ക്ലാഷ് ലൈഫിൽ സംഭവിച്ച് നിൽക്കുന്നതാണെങ്കിൽ നല്ല രീതിയിലുള്ള ആത്മപരിശോധനയിൽ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാതെ മുന്നിലേക്ക് പോവുക. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ വിചാരിച്ച് മുന്നിലേക്ക് പോകണമെന്ന് വെച്ചാൽ അത് തന്നെയാണ് നടക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.